ആയിട്ട് ഇന്നലെ നമ്മളുടെ നീറ്റ് എക്സാം എഴുതി. ആൻഡ് വളരെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള എക്സാം തന്നെ ആയിരുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷനിലാക്കുന്ന ഒരു കാര്യം ഇതിനിടയ്ക്ക് ഉണ്ടാവുകയുണ്ടായി അല്ലേ. അപ്പോൾ നിങ്ങൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും നിങ്ങളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ഡൗട്ട്സും അല്ലേ ഒരുപാട് തോട്ട്സും നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് സമയമെടുത്ത് മാസങ്ങളെടുത്ത് വർഷങ്ങളെടുത്ത് പഠിച്ച് അല്ലെ നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം കൊടുത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും, ടെൻഷനിലേക്കാക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ നീറ്റ് എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളുടെ എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുകയുണ്ടായി അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നീറ്റ് എക്സാമിൻ്റെ നമ്മുടെ നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എക്സാം കഴിയുന്നതിന് അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്നും കുട്ടികൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എക്സാം കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യലി വരുന്ന സമയത്ത് ഇതും അതും സെയിം തന്നെയാണോ എന്നുള്ള ഒരു കാര്യം നോക്കിയതിന് ശേഷം അല്ലേ നമുക്കത് അതിനെപ്പറ്റി സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ വൈറലായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അല്ലേ. പക്ഷേ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടോ അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സാമിന് കുറച്ച് നേരം മുമ്പ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അതിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ NTA തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു PDF നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള വളരെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നീറ്റ് എക്സാം വളരെ ഫെയർ ആയിട്ട് തന്നെയാണ് NTA കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ടുള്ള അതിന് റിലേറ്റ് ചെയ്തുള്ള എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു PDF-ലുള്ളത്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ ഒരു ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് നമ്മളുടെ NTA വാദിക്കുന്നത് അല്ലെങ്കിൽ NTA പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വളരെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ ഗേൾസ് ഹയർ സെക്കൻഡറി മോഡൽ സ്കൂൾ മന്ദിർ മാൻടൗൺ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഈ സ്കൂളുകൾ അല്ലെങ്കിൽ ഈ സെൻറ്റേഴ്സിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെ ചെറിയ ഒരു അപാകത കൊണ്ടുണ്ടായ പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞിട്ടും നമ്മുടെ കുറച്ച് പേര് അതായത് എക്സാമിന് മുമ്പ് തന്നെ ഇത് എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പേര് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് പുറത്തു പോയത് കൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഫെയർ ആയിട്ട് തന്നെയാണ് NTA ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ലീക്ഡ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം നടത്തുകയോ എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ വേറെ എവിടെയും ഇത് ലീക്ക് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇതിന് റീടെസ്റ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുക. അപ്പോൾ നമ്മളുടെ ചാനലിൽ തന്നെ ഓരോ പേപ്പറിൻ്റെയും അനാലിസിസ് വരുന്നതായിരിക്കും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡഡ് ആവും. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് നിങ്ങൾ കാണുക. എൻ്റെ കുട്ടികൾക്ക് എത്രയൊക്കെ സ്കോറുകളാണ് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവാമായിരിക്കാം. അപ്പം അങ്ങനെ എത്ര സ്കോറാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് വന്നാലും എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ ആരും ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട. വേറെ ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ടേക്ക് പോവുക. ആൻഡ് മാക്സിമം ഈ ഒരു കാര്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മളുടെ എക്സാമൊക്കെ എഴുതി വന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്
ട്രൂ ആയിട്ട് എന്ത് ചെയ്യുക, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ആൻഡ് ഇനിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.